നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തീ പാറുന്ന ഒരു സംഗമമാണ് നടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ അടി, പിടി, വലി, അതിരൂക്ഷമായ ഗ്രൂപ്പ് വഴക്കുകളാണ്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് പഞ്ഞിക്കിട്ട ഒരു സംഭവമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചിരി പടർത്തുന്നത്. സംഭവം നടന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ഇടുക്കിയിൽ. അതും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃസംഗമം. പേര് കേട്ടാൽ ഒരു സമാധാന ചർച്ച, സൗഹൃദ സംഭാഷണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അവിടെ കിട്ടിയത് ഒരു മിനി മഹാഭാരതമാണ്. പ്രതിനിധികൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു. അവിടെ ഒരു പൊളിച്ചെടുക്കൽ നടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊക്കെയായിരുന്നു ആ ആരോപണങ്ങൾ എന്നറിയണ്ടേ? കേട്ടാൽ നമ്മൾ ഞെട്ടും. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, വയനാട് ദുരിതാശ്വാസത്തിലെ വീട് നിർമ്മാണത്തിൽ ഏകപക്ഷീയ തീരുമാനം, സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധയില്ല. അയ്യോ പാവം രാഹുൽ, ഇത് കേട്ട് പുള്ളിക്ക് തല കറങ്ങിക്കാണും, കാതടിച്ചു പോയി കാണും. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു രാഹുൽ സ്വന്തം ചെവി പൊത്തിയിട്ടുണ്ടാകുമോ എന്ന്. ഇതെല്ലാം കേട്ട് രാഹുൽ വേദി വിട്ടു പോയത്രേ. ഒരു നിമിഷം എല്ലാവരും വിചാരിച്ചു, ആഹാ കളി തീർന്നു, യൂത്ത് കോൺഗ്രസിൽ പുതിയ വിപ്ലവം തുടങ്ങി. പക്ഷേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ അങ്ങ് കീഴടങ്ങുമോ? ഇല്ല, പുലി പിന്നോട്ട് ചാടുന്നത് ഒരു കുതിപ്പിന് വേണ്ടിയല്ലേ. കുറച്ചു കഴിഞ്ഞ് പുള്ളി തിരിച്ചെത്തി, ഒരു സൂപ്പർ ഹീറോയെ പോലെ ഒരു മാസ് എൻട്രി ആയിരുന്നു അത്. ഒരുപക്ഷെ പുറത്തു പോയി കുറച്ച് എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കാണും, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ടാകും. അന്ത്യശാസനങ്ങളുടെ പെരുമഴ. തിരിച്ചെത്തിയ രാഹുൽ എന്തു ചെയ്തെന്ന് അറിയണ്ടേ? പുള്ളി ഉടൻ തന്നെ വയനാട് ഫണ്ട് പിരിവിന്റെ കാര്യത്തിൽ പുതിയ അന്ത്യശാസനം പുറപ്പെടുവിച്ചു. ഓഗസ്റ്റ് 15-നകം ഫണ്ട് പിരിവ് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ നടപടി. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു മിനിറ്റ് കൂടി രാഹുൽ വേദിയിൽ നിന്നാൽ ചിലപ്പോൾ ഓഗസ്റ്റ് 15-ന് മുമ്പ് യൂത്ത് കോൺഗ്രസിലെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ആൾമാറാട്ടം നിർത്തണമെന്ന അന്ത്യശാസനവും വന്നേനെ. അതുകൂടാതെ മീറ്റിംഗിൽ വരാത്തവരുടെയും പ്രവർത്തനരഹിതമായ മണ്ഡലം പ്രസിഡന്റുമാരുടെയും ലിസ്റ്റ് എടുത്ത് നടപടിയെടുക്കാൻ നിർദ്ദേശവും നൽകി. അപ്പൊ രാഹുൽ ഒരു വശത്ത്, യൂത്ത് കോൺഗ്രസ് അണികൾ മറുവശത്ത്. ഒരു നല്ല സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. ഒരുപക്ഷെ ഈ നടപടി എന്ന വാക്ക് കേട്ട് പല മണ്ഡലം പ്രസിഡന്റുമാരും രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ചിലർ പാതിരാത്രിയിൽ ഫണ്ട് പിരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകാം. രാഹുലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയോ? അതായത് ഫണ്ട് പിരിവിന്റെ കാര്യത്തിൽ അണികൾക്ക് വേറൊരു കഥ പറയാനുണ്ടായിരുന്നു. ഇനി ജനങ്ങളെ സമീപിക്കാൻ വയ്യ. പിരിച്ച ഫണ്ടിനും വീടുകൾക്കും ഒരു വ്യക്തതയുമില്ല. വയനാട് ഫണ്ട് പിരിവ് യൂത്ത് കോൺഗ്രസിന് പേരുദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓഹോ, അപ്പൊ രാഹുലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയോ? രാഹുൽ വിചാരിച്ചു ഫണ്ട് പിരിവ് ഒരു കേക്ക് വാക്കായിരിക്കുന്നു. പക്ഷെ അണികൾ പറയുന്നു ഇതൊരു മല കയറ്റമാണ്, അതും കൊടും വനത്തിലൂടെ. രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്യം വെച്ചുള്ള ഈ വിമർശനങ്ങൾ കേട്ട പുള്ളി വീണ്ടും രോഷാകുലനായി വേദി വിട്ടു പോയത്രേ. ഇനി ചിലപ്പോൾ രാഹുൽ ഒരു ധ്യാനത്തിന് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു യൂത്ത് കോൺഗ്രസ് 2.0 തുടങ്ങാനുള്ള പ്ലാനിലാകാം. ഈ പോക്ക് പോയാൽ യൂത്ത് കോൺഗ്രസ് ഓഫീസ് ഒരു റിവോൾവിംഗ് ഡോർ ആയേക്കും. ചുരുക്കത്തിൽ ഇടുക്കിയിലെ ഈ നേതൃസംഗമം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നതകൾ പൊതുജന മധ്യത്തിൽ എത്തിച്ചു. അപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ പഞ്ഞിക്കിട്ട് കളിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് സർക്കാരിനെ വിമർശിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഒരുപക്ഷെ ഇവർ തമ്മിൽ അടിപിടി കൂടുന്നത് കണ്ടിട്ട് സർക്കാർ തന്നെ സ്വയം ചിരിക്കാൻ പഠിച്ചിട്ടുണ്ടാകാം. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ വയനാട് പുനരധിവാസത്തിൽ യാതൊരു പാളിച്ചയുമില്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചും പറയുന്നു. വിമർശിക്കുന്നവരെല്ലാം സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ ശ്രമിക്കുന്നവരാണത്രേ. സർക്കാരിന്റെ മാതൃകാ വീട് പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് രാഹുൽ തിരിച്ചടിച്ചു. നല്ല ചുട്ട മറുപടി. ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കാർ, മറുവശത്ത് സർക്കാർ. രാഹുൽ ഇപ്പോൾ ഒരു ബോക്സിംഗ് റിംഗിൽ നിൽക്കുന്നത് പോലെയുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 1 വർഷം പൂർത്തിയായി ഈ സമയത്ത് ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനം സർക്കാരിനെതിരെയും ഉയരുന്നുണ്ട്. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തർക്കത്തിനൊപ്പം സർക്കാരിന്റെ തർക്കവും കൂട്ടിമുട്ടുന്നുണ്ട്. ഇതൊരു തർക്കങ്ങളുടെ മഹാസംഗമം തന്നെയാണല്ലോ. ഏതായാലും യൂത്ത് കോൺഗ്രസിലെ ഈ അടിസംഗമം ഇനിയും എവിടെയെല്ലാം തരംഗങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വൈറൽ വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി.